ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് 39 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യമാണ്. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവസന്നിധിയിൽ താണിരുന്നിട്ട് ദൈവത്തോടൊന്ന് ചോദിക്കുകയാണ്, കർത്താവെ, എന്നെ ഒന്ന് അറിയിക്കണമേ. ഞാൻ ആരാണെന്ന് ഞാനൊന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒന്നുകൂടെ താണിരുന്ന് ദൈവത്തിൽ നിന്ന് കർത്താവെ ഒരു അനുഗ്രഹം പ്രാപിച്ചെടുത്ത് ഈ ഭൂമിയിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയിൽ എത്തുവാൻ തക്കവണ്ണം കർത്താവെ, നീ എന്നെ ഒന്ന് ഒരുക്കിയെടുക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ദാവീദ് പറയാണ്, കർത്താവെ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. എന്നിട്ട് പറയുന്നു, ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ മരുഭൂമിയിലെ മനുഷ്യൻ്റെ ആയുസ് 4 വിരൽ നീളമുള്ള ജീവിതമാണ്. ഏറിയാൽ 80 വർഷം. ആ ഏറിയാൽ 80 വർഷമെന്ന് പറയുമ്പോൾ തന്നെ ആ വർഷങ്ങളിൽ നാം അനുഭവിക്കുന്ന പീഡകളും നാം അനുഭവിക്കുന്ന നിന്ദകളും നാം അനുഭവിക്കുന്ന രോഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളും ഒക്കെ നമ്മെ തളർത്തിക്കളയുന്നതാണ്. നാം ഈ ഭൂമിയിൽ എത്രമാത്രം ഏതെല്ലാം സ്വരൂപിച്ചെന്ന് പറഞ്ഞാലും അതെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതാണ്. ഈ ഭൂമിയിൽ നിന്ന് നമുക്കൊന്നും തന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. നാം ഈ ഭൂമിയിൽ സ്വരൂപിക്കുന്നത് മുഴുവനും ഈ ഭൂമി കൊണ്ട് നശിച്ചു പോകുന്നതാണ്. അതും മനസ്സിലാക്കിയ ദാവീദ് ഒന്നുകൂടെ ദൈവത്തോട് പറയാണ്, കർത്താവേ, യഹോവേ, എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ ഒന്ന് അറിയിക്കണമേ. എന്നിട്ട് 5 വാക്യത്തിലേക്ക് പറയുകയാണ്, ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിൻ്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ആയുസ്. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം, ആ എടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ വിട്ടുപോയി. പിന്നെ നമ്മുടെ കാര്യം പറയണ്ട. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അതും മനസ്സിലാക്കിയ ദാവീദാണ് ദൈവത്തോട് പറയുന്നത്, ഞാൻ എത്ര ക്ഷണികനാണെന്ന് ഞാനൊന്ന് അറിയുമാറാകട്ടെ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതം, മനുഷ്യ ആയുസ് അല്പായുസാണ്. ഈ ഭൂമിയിൽ നാം എത്ര നാളുണ്ടെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ നാം ഒന്ന് താഴണം. ദൈവസന്നിധിയിൽ നാം ഒന്ന് വിനയപ്പെടണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 103 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യങ്ങൾ, 14, 15 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവസന്നിധിയിൽ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച, അല്ലെങ്കിൽ ദൈവത്തോട് ചോദിച്ച ഭക്തനായ ദാവീദ് ഈ 103 സങ്കീർത്തനത്തിലേക്ക് വന്നപ്പോൾ അവിടെ പറയാണ്, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അതിനറിയുമില്ല. മനുഷ്യൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു പൂവിനോട് സാദൃശ്യപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു വയലിലെ പുല്ലുപോലെ, ആ പുല്ലിന്മേൽ കാറ്റടിക്കുമ്പോൾ അതിലെ പൂ പറന്നു പോകുന്നത് പോലെ മനുഷ്യൻ്റെ ആയുസ് അത്രമാത്രമേ അല്പായുസേ ഉള്ളൂ. ഒരു വെള്ളത്തിലെ കുമിള പോലെയുള്ളൂ. ആ കുമിള
എത്ര പെട്ടെന്ന് പൊട്ടിപ്പോകുമെന്നറിയാമോ? അതുപോലെയുള്ളൂ മനുഷ്യൻ്റെ ആയുസ്. അത് മനസ്സിലാക്കിയ ദാവീദ് ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്രയെന്നതിനെയും എന്നെ ഒന്ന് അറിയിക്കണമേ. ദൈവത്തിൻ്റെ ജനമേ, അതൊന്നും മനസ്സിലാക്കിയാൽ നാം നിഗളിച്ചു പോകത്തില്ല. അതൊന്നും മനസ്സിലാക്കിയാൽ നാം ദ്രവ്യാഗ്രഹികളായി തീരത്തില്ല. അതൊന്നും മനസ്സിലാക്കിയാൽ നാം ഈ പണത്തിൻ്റെ പുറകെ ഓടത്തില്ല. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം അത് മനസ്സിലാക്കണം. നാം അത് മനസ്സിലാക്കിയിട്ട് ദൈവസന്നിധി നമ്മെ തന്നെ താഴ്ത്തുവാൻ ഇടയായി തീരണം. യാക്കോബ് അപ്പോസ്തോലൻ യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്നു പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. നാം ദൈവത്തെ എത്രമാത്രം സ്തുതിക്കണം. ഒരു ദിവസം ആരോഗ്യത്തോടെ, ഒരു ദിവസം ആയുസ്സോടെ ദൈവം തരുമ്പോൾ നാം ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരണം. ഇവിടെ പറയാണ്, ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ താമസിച്ച് ഞങ്ങൾ വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കി ഞങ്ങൾ മുഴുവനും ജീവിക്കുവാൻ പോവുകയാണെന്ന് പറയുന്ന വ്യക്തികളോട്, അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളോട് അപ്പോസ്തലനായ യാക്കോബ് പറയാണ്, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അടുത്ത നിമിഷം നമുക്കറിയത്തില്ല. അടുത്ത മണിക്കൂർ നമുക്കറിയത്തില്ല. നാളെ നാം എന്താകുമെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ നാം ദൈവസന്നിധിയിലൊന്ന് താണാൽ, ദൈവസന്നിധിയിലൊന്ന് വിനയപ്പെട്ടാൽ, കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ നാം ഒന്നായിത്തീർന്നാൽ നിത്യതയിൽ നമുക്ക് ദൈവത്തോട് കൂടെ വസിക്കുവാനായിട്ട് കഴിയും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ആയുസ് അല്പായുസാണ്. നമ്മുടെ നാളുകൾ 4 വിരൽ നീളമുള്ളവയാണ്. ഏറിയാൽ 80 സംവത്സരം. അതിലും പ്രതികൂലവും പ്രയാസവും ഉള്ള ജീവിതമാണ്. അത് നാം മറന്നു പോകരുത്. സങ്കീർത്തനക്കാരൻ 90-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, 90-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. സങ്കീർത്തനക്കാരനായ മോശ, ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥനയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന വാക്യമാണ് നാം വായിച്ചത്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവസന്നിധി നമുക്കൊന്ന് താഴാം. ദൈവസന്നിധി നമുക്കൊന്ന് വിനയപ്പെടാം. കർത്താവിനോട് നമുക്കൊന്ന് ചോദിക്കാം, കർത്താവെ, ഞാൻ എത്ര ക്ഷണികനെന്നൊന്ന് ഞാൻ അറിയട്ടെ കർത്താവെ. എന്നെ ഒന്ന് അറിയിക്കണേ കർത്താവെ. ഞാൻ ഈ ഭൂമിയിൽ നിഗളിച്ചു പോകല്ലേ. ഞാൻ ഈ ഭൂമിയിൽ കർത്താവെ നിന്നെ വിട്ട് അകന്നു പോകല്ലേ. നിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ, എന്നെ ഒന്ന് ഉപദേശിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ ഒരു മനുഷ്യനെ കാണുവാനായിട്ട് കഴിയുന്നു. ലൂക്കോസ് 12-19 മുതലുള്ള വാക്യങ്ങളിൽ, ആ വാക്യങ്ങളിലൊക്കെ നാം വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഈ ലോകത്തിൽ വസ്തുവകയുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ കളപ്പുര അവൻ പൊളിച്ചു പണിയുവാൻ തീരുമാനിച്ചു. അവന് കൂടുതൽ കൃഷി ഉണ്ടായിത്തീർന്നപ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് അവിടെ ഒരു ഉപമ പറഞ്ഞിരിക്കുകയാണ്. യേശു കർത്താവ് അവിടെ 15-ാം വാക്യത്തിൽ പറയുന്നു, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവൻ ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഉപമ പറയാണ്. അവിടെ ഒരു മനുഷ്യൻ, അവൻ്റെ കൃഷിഭൂമി നല്ലതുപോലെ വിളഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ കളപ്പുര പൊളിച്ചു വലിയത് പണിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് മുഴുവൻ ഞാനവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് എനിക്ക് വളരെ ആണ്ടുകളോളം ജീവിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തന്നെ
അവൻ പറയുന്നത് ഇങ്ങനെയാണ്, എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾ മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. എന്നാൽ ആ മനുഷ്യനോട് ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവം ചോദിക്കുകയാണ്, ദൈവമോ അവനെ വിളിക്കുന്നത് തന്നെ മൂഢ എന്നാണ്. ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവവിഷയമായി നാം സമ്പന്നരാകുവാൻ തീരുമാനിക്കണം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ തയ്യാറായിത്തീരണം. ഇവിടെ പറയുന്നു, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. അവൻ്റെ പ്രാണനെ ദൈവം അവനോട് ചോദിച്ചു. അവൻ ഉണ്ടാക്കി വെച്ചത് മുഴുവൻ ആർക്ക് കിട്ടി? ദൈവത്തിൻ്റെ ജനമേ, ഇത് നാം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് തന്നെ ഒത്തിരി സമ്പാദിച്ച് കൂട്ടി വെച്ചിട്ട് നമുക്ക് തന്നെ നമ്മുടെ നിത്യജീവനെ നാം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, നമ്മുടെ ജീവൻ്റെ വിലയെക്കുറിച്ച് നാം ചിന്തിക്കാതെ ഓരോ ദിവസവും ജീവിച്ചാൽ നാം എന്തായിത്തീരും? പ്രിയ ദൈവത്തിൻ്റെ ജനമേ, സകലവിധ ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവീന്ന് ദൈവവചനത്തിൽ പറയുന്നു. ദൈവം നമുക്ക് നന്മ തരും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. എന്നാൽ സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ഒരിക്കലും ഇത് മറന്നു പോകരുത്. നാം സങ്കീർത്തനക്കാരൻ എന്തുകൊണ്ടാണ് ഇത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് താൻ ദൈവസന്നിധിയിൽ താണിരുന്നിട്ട് ദൈവത്തോട് ചോദിച്ചത്? ദാവീദ് വലിയ സമ്പന്നനായിരുന്നു, ദാവീദ് രാജാവായിരുന്നു, ദാവീദിന് എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും ദാവീദ് പറയുകയാണ്, ദൈവമേ, നീ എന്നെ ഒന്ന് അറിയിക്കണമേ, ഞാൻ എത്ര ക്ഷണികനാണെന്ന് ഞാനൊന്ന് അറിയുമാറാകട്ടെ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ഈ ലോകത്തിലെ എത്ര ഉയർന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും, എത്രമാത്രം നമുക്ക് സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും, നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം കേവലം 4 വിരൽ നീളമുള്ള ഒരു ശ്വാസം മാത്രമാണെന്ന് നാം ചിന്തിക്കുവാൻ ഇടയായിത്തീരണം. നാം ഒരിക്കലും അത് മറന്നു പോകരുത്. ദൈവത്തെ വിട്ട് മാറിപ്പോകരുത്. നാം ദൈവസന്നിധിയിൽ നാം താഴണം. ദാവീദിനെ പോലെ നാം ദൈവത്തോട് സംസാരിക്കുവാൻ ഇടയായിത്തീരണം. മോശ ചോദിച്ചതുപോലെ ജ്ഞാനമുള്ള ഒരു ഹൃദയം നമുക്ക് തരണയെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നത് മുഴുവനും നന്മയാണ്. ആ നന്മയെ നാം ഹല്ലേലൂയ ദൈവസന്നിധി തന്നെത്താൻ താഴ്ത്തുവാൻ, ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തി സമർപ്പിക്കുവാൻ നമുക്കിടയായിത്തീരണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തോട് നമുക്കൊന്ന് പറ്റിയിരിക്കാം, കർത്താവിനോടൊന്ന് ചേർന്ന് നടക്കാം. ഈ മരുഭൂമിയിൽ നാം പട്ടുപോകരുത്. കർത്താവ് വരുമ്പോൾ നിത്യതയിൽ നാം എടുക്കപ്പെടണമെങ്കിൽ ദൈവത്തോട് നാം ചേർന്ന് നടക്കണം. നമ്മുടെ ഈ ലോകത്തിലെ ആയുസ്, ആരോഗ്യം അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് നാം മനസ്സിലാക്കണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവസന്നിധി നമ്മെ തന്നെ ഒന്ന് നമുക്ക് സമർപ്പിക്കാം. ആമേൻ. ദാവീദ് പറഞ്ഞതുപോലെ, ദൈവമേ, എൻ്റെ ആയുസ് എത്രയുണ്ടെന്ന്, ഞാൻ എത്ര ക്ഷണികനെന്ന്, ഞാൻ എത്രമാത്രം ഹല്ലേലൂയ താഴണമെന്ന് എന്നെ ഒന്ന് അറിയിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവസന്നിധി നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ സന്നിധി താഴുവാൻ ഞങ്ങളെ എല്ലാവരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.